കേരള സർവകലാശാലയിൽ വീണ്ടും വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ചട്ടവിരുദ്ധ ഇടപെടൽ. സ്വന്തം നിലയ്ക്ക് പുതിയ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിച്ചു. BJP അനുഭവമുള്ള ഗിരിജ ഗോപാലിനെയാണ് VC നിയമിച്ചത്. ചട്ടപ്രകാരം നിയമനം നടത്തേണ്ടത് സിൻഡിക്കേറ്റാണ്. തന്നെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ VCക്ക് അധികാരമില്ലെന്ന് കാട്ടി രജിസ്ട്രാർക്ക് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം കത്ത് നൽകി. വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം. യഥാർത്ഥത്തിൽ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്ന് ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടേണ്ടത്, നിലപാട് പറയേണ്ടത്, ഇതിനെതിരായി നിയമപരമായ നീക്കം നടത്തേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അതിന് മുന്നിട്ട് നിൽക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അത്തരം സാഹചര്യങ്ങൾ വന്നാൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും ഒക്കെ വളരെ ശക്തമായി ഇതിനെതിരായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴാകട്ടെ സർക്കാർ തികഞ്ഞ മൗനം പാലിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ പറഞ്ഞതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതിനെ നിയമപരമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും ചേരുന്നു നമ്മൾക്കൊപ്പം. സാലി, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ട. ഈ വാർത്തയുടെ തുടർച്ച കൂടിയാണ്. അതായത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മോഹനൻ കുന്നുമ്മൽ എന്ന കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ ചട്ടവിരുദ്ധ നടപടികൾ ചോദ്യം ചെയ്യുകയാണോ ഹൈക്കോടതിയിൽ? തീർച്ചയായും ഡോക്ടർ TR മനോജ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമാണ്. അദ്ദേഹം ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ഇന്നാണ് കൊടുത്തത്, നാളെ അത് എടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം കോടതി കയറുകയാണ് ഡോക്ടർ മോഹനൻ കുന്നുമ്മലിൻ്റെ പുതിയൊരു നടപടി കൂടി എന്നുള്ളതാണ്. പ്രധാനമായി ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അതിൽ ചാപ്റ്റർ 40 പ്രകാരം സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒപ്പം ലീഗൽ അഡ്വൈസർ തുടങ്ങിയ പദവികളിൽ ആളുകളെ നിയമിക്കാനുള്ള അധികാരം വൈസ് ചാൻസലർക്കല്ല, മറിച്ച് സിൻഡിക്കേറ്റിനാണ്. ആ സിൻഡിക്കേറ്റിൻ്റെ അധികാരം മറികടന്നാണ് വൈസ് ചാൻസലർ ഇങ്ങനെ ഒരു നിയമനം നടത്തിയത്. സർവകലാശാല നിയമത്തിലെ സെക്ഷൻ 10-13 പ്രകാരമാണ് നിയമനം എന്നാണ് വൈസ് ചാൻസലർ പറയുന്നതെങ്കിലും അതിന് സിൻഡിക്കേറ്റിൻ്റെ അനുമതി തന്നെ വേണം എന്നുള്ളതാണ്. സിൻഡിക്കേറ്റിൻ്റെ അഭാവത്തിൽ വേണമെങ്കിൽ 13A പ്രകാരം നിയമിക്കാം. പക്ഷേ സിൻഡിക്കേറ്റ് ഉണ്ട്, പക്ഷേ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാത്ത സാഹചര്യമാണ് കേരള സർവകലാശാലയിലുള്ളത്. അപ്പോൾ വളരെ ബോധപൂർവമായ നിയമലംഘനം, സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൻ്റെ ലംഘനം നടത്തുന്നു വൈസ് ചാൻസലർ. അതുകൊണ്ട് കോടതി ഇടപെടണം എന്നാണ് ഇതിലെ പ്രയർ. നാളെ തന്നെ കോടതിയിലെത്തും. നാളെ സാധാരണ നിലയിൽ കടുത്ത നടപടിയിലേക്ക് കോടതി പോകാൻ സാധ്യതയില്ല. 2 ചാൻസാണുള്ളത്. ഒന്നുകിൽ നോട്ടീസ് അയച്ച് ഇൻസ്ട്രക്ഷന് പോകാം, അല്ലെങ്കിൽ ഈ നടപടി സ്റ്റേ ചെയ്ത് വാദം കേൾക്കാൻ തീരുമാനിക്കാം. അത് എന്താണ് നാളെ കോടതി പറയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരത്, സാലി, ഞാൻ നേരത്തെ ചോദിച്ചത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന സർക്കാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഉടൻ തന്നെ രംഗത്തെത്തുമായിരുന്നു. അതിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടുമായിരുന്നു. നിയമപരമായി പോകേണ്ടതാണെങ്കിൽ കോടതിയിലേക്ക് പോകുമായിരുന്നു. നിരവധി കേസുകളിൽ അതിൻ്റെതായ വിജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ താൽക്കാലിക VCമാരുടെ നിയമനത്തിൽ പോലും അങ്ങനെയൊക്കെ ചാൻസലർ പെരുമാറിയപ്പോൾ അതിനെ നിയമപരമായി ചലഞ്ച് ചെയ്തു. സുപ്രീം കോടതി വരെ പോയതറിയാം. ഞാൻ നേരത്തെ സാലിയോട് പറഞ്ഞ കഴിഞ്ഞൊരു ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് BRM ഷഫീർ ഒരു അവതാരകനോട് ചോദിക്കുന്നത് കേട്ടു, ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഈ സർക്കാർ എന്താണ് ചെയ്യുക, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്ന നിലയിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ചരിത്ര അനന്തമായ നിയമസാധ്യതകളുണ്ട് ഇക്കാര്യങ്ങളിൽ എന്ന് കഴിഞ്ഞ 2 ഇടത് സർക്കാരുകളും തെളിയിച്ചതാണ്. നിരന്തരം നിയമ പോരാട്ടം നടത്തി ഏതാണ്ട് 16-ലധികം കേസുകളിൽ അന്ന് ചാൻസലർ നേരിട്ട്, അതായത് ഗവർണർ നേരിട്ട് നടത്തിയ ഇടപെടലുകളെല്ലാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ ചോദ്യം ചെയ്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ആ കേസുകളിലൊക്കെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2 LDF സർക്കാരുകളും. ഏറ്റവും ഒടുവിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്ന ഘട്ടം മുതൽ നമുക്ക് പരിശോധിച്ചറിയാം, നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിയമ പോരാട്ടങ്ങളിൽ ബഹുഭൂരിപക്ഷം കേസുകളിലും സർക്കാർ നിലപാടിനായിരുന്നു വിജയം. കാരണം യൂണിവേഴ്സിറ്റി UGC റെഗുലേഷൻസ്, അതായത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുകൾ, സർവകലാശാല ആക്ട്, ഇതെല്ലാം പരിശോധിച്ചാണ് കോടതി ഉത്തരവിടുന്നത്. ആ കോടതിയുടെ പരിശോധനയിൽ അതെല്ലാം ശരി എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിലപാടിന് അനുകൂലമായി കോടതി ഉത്തരവിട്ട നിരവധി സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ഓരോന്നും നമുക്ക് പറയാനുണ്ട്. അതിന് സമാന്തരമായി തന്നെ പുറത്ത് രാഷ്ട്രീയ പോരാട്ടവും ഇടതുപക്ഷം നടത്തി. SFI നിരന്തരം ആരിഫ് മുഹമ്മദ് ഖാനെതിരെയും മറ്റും പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് ഇപ്പോഴത്തെ ഭരണകക്ഷി സർക്കാരും ഭരണക്കാരും പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. കാരണം നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായി നിരവധി നിയമ പോരാട്ടത്തിൻ്റെ തെളിവുകളുണ്ട്. ആ നിയമ പോരാട്ടങ്ങളിൽ കഴിഞ്ഞ സർക്കാർ നേടിയ വിജയങ്ങളും തെളിവായുണ്ട്. അത് സുപ്രീം കോടതി വരെ പോയി നേടിയ വിജയങ്ങളായിരുന്നു. അപ്പോൾ പോരാടാൻ, നിയമപരമായി ഇതിനെ ചെറുക്കാൻ, ഇതിൽ കാവ്യവൽക്കരണം എന്ന സർവകലാശാലയിൽ നടക്കുന്ന ആ പ്രക്രിയക്കെതിരെ പ്രതിരോധിക്കാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അത്തരം സംഭവങ്ങളിൽ ഒന്നുകിൽ
സർക്കാരാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ സർക്കാർ ചെയ്തില്ല, സർക്കാർ അതിനൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ TR മനോജ്, ഇടത് സിൻഡിക്കേറ്റ് അംഗം, അദ്ദേഹം കോടതിയിലെത്തിയിരിക്കുന്നു. കോടതി മുമ്പാകെ ഇതിലെ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് ഒരു വിജയ സാധ്യത കൂടിയുണ്ടെന്ന പ്രതീക്ഷയിലാണ് ഈ ഹർജിക്കാരൻ ഇപ്പോൾ ഈ ഹർജിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്.